വാസ്തുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു വീട്ടിൽ നമുക്ക് കോണി എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇപ്പോൾ 300-310 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതലായി ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഉയരം ചില വീടുകളിൽ കൂട്ടിയെടുക്കുന്നുണ്ട്. അതായത് 330-335 വരെയൊക്കെ ഉള്ളിലായ ഉയരം വയ്ക്കുന്നവർ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കോണിയുടെ സ്റ്റെപ്പുകളുടെ എണ്ണം കൂട്ടേണ്ടതുമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മൾ മണലൂരിൽ പണിതുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ സ്റ്റെയർ കേസിൻ്റെ ഒരു അളവുകളാണ്. ആ റൂമിനെ ഒരു ഭാഗത്ത് 270 സെൻറ്റിമീറ്ററാണ് നമുക്ക് സ്ഥലം കിട്ടുക. പിന്നെ ഇത് പുറം ചുമര് 348 സെൻറ്റിമീറ്റർ. അങ്ങനെയാണ് രണ്ട് വശങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ മുകളിൽ കൂടുതൽ സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടി ഇവിടെ നിന്ന് 6 സ്റ്റെപ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ലാൻഡിങ്. അപ്പോൾ മുകളിൽ നമുക്ക് ഇവിടെ ഈ ഒരു സ്പേസ് മാത്രം കട്ട് ചെയ്ത് എടുത്താൽ ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടേക്ക് എത്തുമ്പോൾ 6 സ്റ്റെപ്പ് കയറുമ്പോൾ 7ാമത്തെ സ്റ്റെപ്പിലെത്തുമ്പോൾ തല തട്ടാത്ത ഉയരത്തിലേക്ക് എത്തും. ഈ 6 സ്റ്റെപ്പിൻ്റെയും സ്ഥലം നമുക്ക് അടിയിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടെ പുറത്തേക്കൊരു ഡോറുണ്ട്. അപ്പോൾ നമുക്ക് ഈ 13 സ്റ്റെപ്പ് കഴിഞ്ഞ് 14ാമത്തെ സ്റ്റെപ്പ് ഡോറിൻ്റെ മുകളിൽ, അതായത് സൺസൈഡിൻ്റെ ലിൻഡിൽ വാർപ്പിൻ്റെ ഒക്കെ ഒപ്പം എത്തിയിരിക്കണം. അങ്ങനെയും കൂടി കണക്കാക്കിയിട്ടാണ് ഈ ഒരു അളവ് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ ഇവിടെ 270 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇത് 90 സെൻറ്റിമീറ്റർ വീതിയാണ് നമ്മൾ ഈ കോണിക്ക് കണക്കാക്കിയിട്ടുള്ളത്. അത് 100, 110, 120 വരെയൊക്കെ എടുക്കാം. പക്ഷേ സ്ഥല സൗകര്യക്കുറവ് കാരണം നമ്മൾ 90 സെൻറ്റിമീറ്റർ എടുത്തിട്ടുള്ളൂ. മുകളിൽ കട്ടിങ് 110 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹാൻഡ് റെയിൽ പുറത്തേക്ക് തള്ളി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ 90 സെൻറ്റിമീറ്റർ ഇവിടെ വീതി ഫുള്ളായിട്ടും നമുക്ക് സ്റ്റെയർ കേസിൽ ഉപയോഗിക്കാൻ പറ്റും. ഹാൻഡ് റെയിൽ ഇതിൻ്റെ പുറത്തേക്ക് തള്ളി വരും. അപ്പോൾ അതിന് വേണ്ടി മുകളിലെ കട്ടിങ് ഒരു 110 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അളവുകൾ എങ്ങനെ വരുന്നു നോക്കാം. മൊത്തം ഉയരം വരുന്നത് ഈ അടിയിലെ ഗ്രൗണ്ടിൽ നിന്നും മുകളിലെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഗ്രൗണ്ടിലേക്ക്, അതായത് ഫസ്റ്റ് ഈ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മെയിൻ വാർപ്പിൻ്റെ മുകൾ ഭാഗം വരുന്നത് 313 സെൻറ്റിമീറ്ററാണ് ഉയരം. അപ്പോൾ നമ്മളതിനെ ഇവിടെ ഇപ്പോൾ 18 പടികളാണ് കൊടുത്തിട്ടുള്ളത്. 19ാമത് കയറി ചെല്ലുന്നത് ഇവിടെ ലാൻഡിങ്ങിലേക്കാണ്, ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലാൻഡിങ്. അപ്പോൾ അതിനെ 19 കൊണ്ട് ഹരിച്ചു 313. അപ്പോൾ കിട്ടിയത് നമുക്ക് ഓരോ പടിക്കും 16.5 സെൻറ്റിമീറ്റർ വെച്ച് നമുക്ക് ഉയരം കൊടുക്കാം. 15 മുതൽ 18 വരെയാണ് ഉയരത്തിൻ്റെ കണക്ക്. നമുക്ക് കിട്ടിയത് 16.5 സെൻറ്റിമീറ്ററാണ്. അത് കുഴപ്പമില്ലാത്തൊരു കണക്കാണ്. അങ്ങനെ 16.5 സെൻറ്റിമീറ്റർ ഓരോ റൈസറും. അപ്പോൾ 19 റൈസർ വരും. 18 പടി കഴിഞ്ഞ് 19ാമത്തത് ഒന്ന് മുകളിലേക്ക് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ 19 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 16.5 സെൻറ്റിമീറ്ററാണ്. മറ്റേ ത്രെഡിൻ്റെ വീതി നമുക്ക് ഈ ഒരു ചുമരിൻ്റെ ഭാഗം കിട്ടിയുള്ളത് 348 സെൻറ്റിമീറ്ററാണ്. 3 മീറ്ററും 48 സെൻറ്റിമീറ്ററും. അതിലിവിടെ ഒരു 90 സെൻറ്റിമീറ്റർ ഒരു ലാൻഡിങ് പോവും. ഇവിടെയും 90 സെൻറ്റിമീറ്ററിൽ ഒരു ലാൻഡിങ് പോവും. അപ്പോൾ 348 നിന്നും 180 കുറയ്ക്കും. 180 കുറയ്ക്കുമ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്നത് 168 സെൻറ്റിമീറ്ററാണ്.
168 സെൻറ്റിമീറ്ററിനെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 28 സെൻറ്റിമീറ്ററാണ് നമുക്ക് ഓരോ സ്റ്റെപ്പിൻ്റെയും വീതി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്യാപ്പ് നമുക്ക് കറക്റ്റായിട്ട് 6 സ്റ്റെപ്പിനുള്ള 28 സെൻറ്റിമീറ്ററിൻ്റെ സ്ഥലം കിട്ടി. ഈ സ്ഥലം നമ്മളങ്ങനെ അതിന് കറക്റ്റാക്കി എടുത്തു. അത് 30 സെൻറ്റിമീറ്റർ ആയാലും കുഴപ്പമില്ല, 25 സെൻറ്റിമീറ്റർ ആയാലും കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് 28 സെൻറ്റിമീറ്ററാണ് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ അപ്പോൾ അതേ 28 സെൻറ്റിമീറ്റർ നമ്മൾ ഇവിടെ നിന്ന് 6 പടി കൊടുത്തു. ഇവിടെ നമുക്ക് 270 സെൻറ്റിമീറ്റർ ആണുള്ളത്. ഇതിൽ നമുക്ക് വന്നത് 168 സെൻറ്റിമീറ്റർ ഈ 6 പടികൾക്ക് തന്നെ വന്നു. പിന്നെ ഇവിടെ ഒരു ലാൻഡിങ് 90. അങ്ങനെ 258 സെൻറ്റിമീറ്റർ വന്നു. ഒരു 10 സെൻറ്റിമീറ്റർ ഇവിടെ ഗ്യാപ്പ് ഇട്ടു. അപ്പോൾ ഒരേ ഉയരം കിട്ടാനാണ്, എല്ലാ പടികളും ഒരേ വീതിയും ഒരേ ഉയരവും കിട്ടുവാനാണ് ഇങ്ങനെ കണക്കെടുത്തത്. പിന്നെ വരുന്ന ഹൈറ്റിലേക്ക് നമ്മൾ ഇവിടെ ഒരു 4 സ്റ്റെപ്പ് കൊടുക്കേണ്ടി വന്നു. അത് ഈ ലാൻഡിങ്ങിൽ നിന്ന് 4 സ്റ്റെപ്പ് കണക്കാക്കി മുകളിൽ കട്ടിങ് കറക്റ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 4 സ്റ്റെപ്പ്. അങ്ങനെയാണ് ഇതിൻ്റെ കണക്കുകൾ റെഡിയാക്കിയെടുത്തത്. ഇത് വലതു തിരിഞ്ഞു വരുന്ന ഒരു കോണിയുടേതാണ്. വാസ്തുശാസ്ത്രപ്രകാരം പടിഞ്ഞാട്ട് കയറി വടക്കോട്ട് തിരിഞ്ഞ് കിഴക്കോട്ട് തിരിയുന്ന വിധത്തിലാണ് ഈ കോണി നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഉയരം കൂടുതലാണെങ്കിൽ, അതായത് ഒരു 32-31 സെൻറ്റിമീറ്റർ കൂടെ നമ്മൾ 2 പടിയും കൂടി ഇതിൽ ഈ ഭാഗത്ത് കൂട്ടണം. അപ്പോൾ നമുക്ക് ഇവിടെ അടിയിൽ വാതിൽ വരുമ്പോൾ വാതിലിന് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൂട്ടാൻ പറ്റില്ല. നമുക്ക് ഇവിടെ കൂട്ടാൻ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഹൈറ്റ് കൂട്ടുമ്പോൾ വാതിലിനെ ബാധിക്കില്ല. വാതിലിൻ്റെ മുകളിലേക്കാണ് ഹൈറ്റ് കൂടി പോവുക. അതുകൊണ്ട് ഇവിടെ തന്നെ 2 സ്റ്റെപ്പും കൂടി കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ കോണിയുടെ അളവുകൾ കൃത്യമായി കണക്കാക്കുന്നത്. നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് കുറച്ചൊക്കെ 25 മുതൽ 30 വരെ, ചിലർ 35 വരെയൊക്കെ എടുക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ സ്ഥല സൗകര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ തറ കെട്ടിയിട്ടാണ് നമ്മൾ അതുമേലാണ് കോണി ഫിറ്റ് ചെയ്യുന്നത്. കോണി ഫിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്.